ഒരു ഉച്ചയൂൺ കഥ. നീയെന്താ ഷാഹിന നിന്റെ ഭർത്താവിന് ഉച്ചഭക്ഷണമൊന്നും കൊടുത്തുവിടാറില്ലേ? അവളുടെ ഭർത്താവിന്റെ സഹപ്രവർത്തകയായ ലൈലാന്റെ വകയായിരുന്നു ആ ചോദ്യം. അതെന്താ ലൈല നീ അങ്ങനെ ചോദിച്ചത്? ഇത്തിരി ബുദ്ധിമുട്ടിലാണെങ്കിലും ഇന്നുവരെ ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഷാഹിന കുറച്ചു വിഷമത്തോടെ മറുപടി പറഞ്ഞു. ആണോ? പിന്നെന്താ മൂപ്പരാകെ ഒരു കഷ്ണം ബൺ മാത്രമാണല്ലോ ഉച്ചയ്ക്ക് കഴിക്കുന്നത്? ഷാഹിനയാകെ ആശയക്കുഴപ്പത്തിലായി. എന്നും കൊണ്ടുപോകുന്ന ഭക്ഷണം ഇക്ക പിന്നെ എന്തു ചെയ്യുന്നു? തന്നെയുമല്ല രണ്ടുപേർക്കുള്ള ഭക്ഷണമെങ്കിലും അതിലുണ്ടാവാറുണ്ടെപ്പോഴും. ഷാഹിനയ്ക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു. അന്ന് രാത്രി ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഷാഹിന കാസിംകയോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എന്റെ സ്പെഷ്യൽ മീൻകറി? അത് കേട്ടതും കാസിംകയുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം ഷാഹിന ശ്രദ്ധിച്ചു. ആ, നന്നായിരുന്നു. ഒഴുക്കൻ മട്ടിലുള്ള ആ മറുപടി ഷാഹിനയ്ക്കത്ര രസിച്ചില്ല. കാരണം ഇന്ന് ഷാഹിന കൊടുത്തുവിട്ടത് സാമ്പാറായിരുന്നു. ഞാൻ വെക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇങ്ങനെ വഴിയിൽ കളയാനാണോ ഞാൻ ദിവസവും കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കി തന്നുവിടുന്നത്? ഷാഹിന അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. കാസിംക എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ഷാഹിനയുടെ കലിതുള്ളിയ രൂപം കണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. തന്റെ ഭർത്താവ് തന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ടോ എന്ന തോന്നൽ ഷാഹിനയെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. കാസിംക അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരനല്ല. ഷാഹിനയ്ക്ക് പോലും പലപ്പോഴും തോന്നാറുണ്ട് ഇയാൾ എന്തു മനുഷ്യനാണെന്ന്. വല്ലതും ചോദിച്ചാൽ തന്നെ ഉത്തരം തരുന്നത് തന്നെ വിരളമാണ്. കാസിംകക്ക് എത്ര ശമ്പളമുണ്ടെന്ന് പോലും ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുവരെ തന്നെയും കുട്ടികളെയും അദ്ദേഹം വേദനിപ്പിച്ചിട്ടില്ല എന്നതൊന്നുകൊണ്ട് മാത്രമാണ് ഷാഹിന പിടിച്ചു നിന്നിരുന്നത്. എന്നാലും ഈയിടെയായി ഇത് വളരെ കൂടിവരികയാണ്. പൈസ എവിടെയാണ് പോകുന്നത് എന്ന് പോലും അറിയില്ല. ചിലപ്പോൾ കാസിംകക്ക് മറ്റാരെങ്കിലുമായി അടുപ്പമുണ്ടാവുമോ? ഷാഹിനയുടെ ചിന്തകൾ കാടുകയറിക്കൊണ്ടിരുന്നു. രാത്രി കിടക്കാൻ നേരം മുഖം വീർപ്പിച്ചു കിടന്ന ഷാഹിനയോടായി കാസിംക പറഞ്ഞു, നാളെ നീ എന്റെ കൂടെയൊന്ന് വരണം, നിനക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. ആകാംക്ഷ കാരണം ഷാഹിനയ്ക്ക് അന്ന് ഉറങ്ങുവാനേ സാധിച്ചില്ല. പതിവ് പോലെ ഭക്ഷണം പൊതിഞ്ഞിരുന്ന കവറുമെടുത്ത് കാസിംക ഓഫീസിലേക്കിറങ്ങി കൂടെ ഷാഹിനയും. വഴിയിൽ ഒരുപാട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ഒന്നിൽ പോലും കാസിംക ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഷാഹിനയ്ക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ ഓഫീസ് എത്തുന്നതിന് മുമ്പുള്ള ഒരു തെരുവിനടുത്ത് കാസിംക നിന്നു. ഷാഹിനയ്ക്ക് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. തെരുവിലെ കൂരക്കുള്ളിൽ നിന്നും ഒരു സ്ത്രീയും കുട്ടിയും പുറത്തേക്ക് വന്നു. കാസിംക ഭക്ഷണപ്പൊതി അവർക്ക് നീട്ടി. സന്തോഷത്തോടെ അത് വാങ്ങി കാസിംകയോട് നന്ദി പറഞ്ഞു. തുടർന്ന് അടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബൺ വാങ്ങി ബാഗിലാക്കി കടക്കാരനായ വൃദ്ധൻ 50 രൂപ കൊടുത്തു. അയാൾ അത് നന്ദിയോടെ സ്വീകരിച്ചു. ബാക്കി പോലും കാസിംക വാങ്ങിച്ചില്ല. ആശ്ചര്യത്തോടെ കാസിംകാനെ തന്നെ നോക്കി നിന്ന ഷാഹിനയോടായി കാസിംക പറഞ്ഞു, കണ്ടില്ലേ ഷാഹിന, നീ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് എത്രമാത്രം രുചിയുണ്ടെന്ന്. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വഴി വരുമ്പോൾ ആ സ്ത്രീയും കുട്ടിയും ഭക്ഷണത്തിന് വകയില്ലാതെ അവിടെയിരിക്കുന്ന വേസ്റ്റ് ബക്കറ്റിൽ നിന്നും ഭക്ഷണം വാരി കഴിക്കുകയായിരുന്നു. എന്റെ കയ്യിലുള്ള ഭക്ഷണപ്പൊതി ഞാൻ അവർക്ക് നൽകിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാനായാൽ അതിനേക്കാൾ വലിയ പുണ്യമില്ല ഷാഹിന. പിന്നെ ആ കാണുന്ന പെട്ടിക്കടയിൽ നിന്ന് ഞാൻ എന്നും ബൺ വാങ്ങുന്നത് ആ പാവം മനുഷ്യന് 50 രൂപ കൊടുക്കാൻ വേണ്ടിയാണ്. വെറുതെ കൊടുത്താൽ അദ്ദേഹം അത് വാങ്ങില്ല. ഇനിയും നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ആവാം. ഇത്രയും ദയാലുവായ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിൽ ഷാഹിനയ്ക്ക് അതിയായ വിഷമം തോന്നി. എന്നോട് ക്ഷമിക്കണം ഇക്ക, ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പോട്ടെ, ഇനി വീട്ടിൽ പൊക്കോളൂ, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട ഇക്ക, ഞാൻ തനിയെ പോയിക്കൊള്ളാം. കാസിംകയോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഷാഹിനയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. വീട്ടിലെത്തുന്നതുവരെ ഷാഹിന ചിന്തിച്ചത് ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ധൂർത്തടിക്കുന്നവരെയും പലപ്പോഴും വെറുതെ കളയുന്ന ഭക്ഷണത്തെക്കുറിച്ചുമായിരുന്നു.